ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹന്നാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ബ്രെഡ് ഉപയോഗിച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മധുരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു 5 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതൊന്ന് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഓരോ പീസിലോട്ടും ഒരല്പം ബട്ടർ അതിൻ്റെ രണ്ട് വശത്തും തേച്ചിട്ട് ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നെയ്യിലൊക്കെ വറുത്തെടുത്താൽ നല്ലതായിരിക്കും, പക്ഷേ ഒരുപാട് എണ്ണ കുടിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ബട്ടർ തേച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇത് തിരിച്ചും മറിച്ചും ഇട്ട് രണ്ട് വശം ഒന്ന് മൊരിച്ചെടുക്കണം. ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത്. ഇതുപോലെ ബാക്കിയുള്ള പീസിലും ബട്ടർ പുരട്ടിയിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ ഈ ബ്രെഡിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് പഞ്ചസാരപ്പാനി ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഈ പാത്രത്തിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇതിലോട്ട് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളമില്ല, അതിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ. പിന്നെ ഒരു ഏലക്ക ചതച്ചതും കൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്ക ഇടുമ്പോഴത്തേക്ക് ഈ പഞ്ചസാരപ്പാനിക്ക് ഒരു നല്ല ഫ്ലേവർ കിട്ടും. ഇതിന് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. നമ്മൾ മുമ്പ് ടോസ്റ്റ് ചെയ്തെടുത്ത ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ ഈ പാത്രത്തിലേക്ക് ഒന്ന് നിരത്തി കൊടുക്കുക. ഒരു ലെയർ ഒന്ന് നിരത്തിയതിന് ശേഷം അതിലോട്ട് ആ പഞ്ചസാരപ്പാനിയുടെ പകുതി ഭാഗം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ബാക്കിയുള്ള ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് നിരത്തി കൊടുക്കണം. ഈ ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ വേണമെങ്കിൽ നമുക്ക് പഞ്ചസാരപ്പാനിയിലൊന്ന് മുക്കിയെടുത്താലും മതി. ബാക്കിയുള്ള പഞ്ചസാര സിറപ്പ് ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ബ്രെഡിൻ്റെ കഷ്ണങ്ങളൊക്കെ പഞ്ചസാര സിറപ്പിൽ നന്നായിട്ടൊന്ന് കുതിർന്ന് വരും. കുതിരുകയും ചെയ്യും, ഒന്ന് സോഫ്റ്റായി തരികയും ചെയ്യും. ഇതവിടെ ഇരിക്കട്ടെ. പിന്നെ ഞാനിവിടെ ഒരു പിടി ബദാമും അതുപോലെ തന്നെ ഒരു പിടി അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ ഈ ഡെസേർട്ടിന് വേണ്ടി നമുക്ക് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു സിറപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാൽ പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഞാനിപ്പം ഗ്യാസ് ഓണാക്കിയിട്ടില്ല, അതിന് മുമ്പാണ് പാൽപ്പൊടി ചേർത്തത്. പാൽപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓണാക്കണം. പാല് നല്ലതുപോലെ ചൂടായതിന് ശേഷം പാൽപ്പൊടി ചേർത്താൽ ചിലപ്പോൾ അത് നല്ലതുപോലെ മിക്സായി കിട്ടത്തില്ല. ഇനി ഇതിലോട്ടൊരു 2 ഏലക്ക ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്ക ചതച്ചത് അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലോട്ട് മധുരത്തിന് ആവശ്യത്തിന് ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ് മിൽക്കും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഞാൻ പിന്നെ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലോട്ട് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ബദാമും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് തരുന്നുണ്ട്. തിളച്ച് വന്നതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് 5 മിനിറ്റ് അതൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലോട്ടൊന്ന് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു 1/4 കപ്പ് പാലിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർക്ക് ചേർക്കുമ്പോഴത്തേക്ക് ഈ പാലിൻ്റെ കൂട്ട് നല്ലതുപോലെ ഒന്ന് കുറുകി കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മൾ കോൺഫ്ലവർ ചേർക്കുന്നത്. കോൺഫ്ലവർ ചേർത്തതിന് ശേഷം അത് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇതിപ്പം ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. ഒത്തിരി ഒന്നും കുറുകത്തില്ല. എന്നുവെച്ചാൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറേ ചേർക്കുന്നുള്ളൂ. എന്നാലും അത്യാവശ്യം ഒരു തിക്നെസ് ഈ സിറപ്പിന് വരും. പിന്നെ ഇതിലോട്ട് ഞാനൊരു 2 തുള്ളി റോസ് എസൻസും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫാക്കാം. എന്നിട്ട് ഈ ക്രീം നല്ല ചൂടോടുകൂടി തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ കഷ്ണങ്ങൾക്ക് മുകളിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഈ ബ്രെഡിൻ്റെ പീസസൊക്കെ ഇതിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് സോക്കായിട്ട് വരണം. ഇത് നമ്മൾ ഇതിനകത്ത് മുങ്ങി കിടക്കാൻ പരുവത്തിൽ ക്രീം ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളങ്ങോട്ട് ഒഴിക്കുമ്പോൾ ബ്രെഡിൻ്റെ കഷ്ണങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും. അതാണ് ഇങ്ങനെ ഇരിക്കുന്നതും. അത് കുഴപ്പമില്ല. ഇതിനെ നല്ലതുപോലെ ഒന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചാണ് ഇത് കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. നമ്മൾ ആ ക്രീമിനൊക്കെ ശരിക്കും ഒരു കുൽഫിയുടെയൊക്കെ ഒരു ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. ഇത് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാണിത്.
ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇത് തണുപ്പിച്ച് തന്നെ കഴിക്കണം, എന്നാലേ ഉള്ളൂ അതിന് ടേസ്റ്റ് വരത്തുള്ളൂ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിന് താഴ്ത്തട്ടിൽ വെച്ച് വേണം ഇത് തണുപ്പിച്ചെടുക്കാൻ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.